ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടിക്ടോക്കിലെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളിൽ പലരും ടിക്ടോക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരായിരിക്കാം. ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ ടിക്ടോക്കിലെ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നവരുണ്ടാവാം. നമുക്കറിയാം, ടിക്ടോക്കിലെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് താഴെയും മുകളിലുമായിട്ട് നമുക്ക് വാട്ടർമാർക്ക് വരാറുണ്ട്. നമ്മുടെ യൂസർ ഐ ഡി ഒക്കെ വച്ചിട്ടായിരിക്കും വാട്ടർമാർക്ക് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ വാട്ടർമാർക്ക് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ടിക്ടോക്കിലെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനായിട്ടൊരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് തന്നെയുണ്ട്. അറിയാത്ത കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ആ ഒരു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വാട്ടർമാർക്കില്ലാതെ ടിക്ടോക്കിലെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാം. ശേഷം വീഡിയോയുടെ വലതുവശത്തായിട്ട് ഏറ്റവും അവസാനമായിട്ട് നമുക്കൊരു ഷെയർ ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു ഷെയർ ബട്ടൺ അമർത്തുക. ശേഷം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കിവിടെ കാണാം കോപ്പി ലിങ്ക്. ഈ ഒരു ഭാഗം നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് അവിടെ കോപ്പി ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും സ്നാപ് ഡെക്ക്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ തന്നെ കാണാൻ സാധിക്കും, ഡൗൺലോഡ് വീഡിയോ നോ വാട്ടർമാർക്ക്. അതുപോലെ താഴെയായിട്ട് നമുക്ക് നോ വാട്ടർമാർക്കോട് കൂടിയിട്ട് തന്നെ HD ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വീണ്ടും താഴെയായിട്ട് നമുക്ക് കാണാം ഡൗൺലോഡ് വീഡിയോ പ്ലസ് വാട്ടർമാർക്കോട് കൂടിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. താഴെയായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സേവ് ഇമേജ് JPG. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഇമേജ് നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കുക. നമുക്ക് ഏതായാലും ഡൗൺലോഡ് നോ വാട്ടർമാർക്ക് എന്നുള്ള ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് HD ക്വാളിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഏതായാലും ആദ്യത്തെ ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗാലറിയുടെ ഒരു പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കാനുണ്ട്. ആ ഒരു പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പരസ്യം നമുക്കിവിടെ വരുന്നുണ്ട്. ആ ഒരു പരസ്യം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതുപോലെ താഴെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സേവ് ഇമേജ് എന്നുള്ള ഭാഗം ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമേജ് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയും നമ്മുടെ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ടാകും. ഞാനിവിടെ ഗാലറി ഓപ്പൺ ചെയ്യുകയാണ്. ഗാലറി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ വാട്ടർമാർക്ക് ഇല്ലാതെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു സേവ് ഇമേജ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഇമേജ് ഇവിടെ നമ്മുടെ ഗാലറിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ചെറിയൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.